ഞാൻ പറഞ്ഞ കഴിഞ്ഞ ഭാഗത്തിൻ്റെ തുടർച്ചയാണിത് എന്നുള്ളത് മറന്നു പോകരുത്. ആ പാർട്ട് 1 കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നേരത്തെ പറഞ്ഞ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൻ്റെ കാര്യം ഒരിക്കൽ കൂടി നിങ്ങളോട് പറഞ്ഞോട്ടെ. മെമ്പർഷിപ്പ് എടുക്കാൻ കഴിയുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ആളുകളൊക്കെ തന്നെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ ആ ലെവൽ 1 എന്ന് പറയുന്നത് വളരെ ചെറിയ എമൗണ്ടാണ്, 179 രൂപയാണ്. ലെവൽ 2 359 ആണ്. ലെവൽ 3 എന്ന് പറയുന്നത് 700 സംതിങ് ആണ്. അതുപോലെ തന്നെ അതല്ല, നമ്മളെ കുറച്ചുകൂടി കാര്യമായി സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗൂഗിൾ പേ നമ്പറും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറും കൂടി താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പോരാട്ടം തുടരാനാവൂ എന്നുള്ളത് കൂടി ഞാൻ കൃത്യമായി ഓർമ്മിപ്പിക്കട്ടെ. ഇത് കേരളത്തെ വീണ്ടെടുക്കാനുള്ള, നമ്മുടെ മതേതരത്വത്തെ വീണ്ടെടുക്കാനുള്ള, കേരളത്തിൻ്റെ ജനാധിപത്യത്തെ വീണ്ടെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ജനാധിപത്യത്തെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടൊരു ഓട്ടോക്രസി, ഒരു ഏകാധിപത്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പലപ്പോഴും ഇന്ത്യ രാജ്യത്ത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് കേരളവും കൂടി പെടാതിരിക്കണമെങ്കിൽ, ഒരു തുരുത്തായി കുറച്ചു കാലം കൂടി നിലനിൽക്കണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വളരെ അനിവാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ഇത് പറയുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ ഒരു രാഷ്ട്രീയ ബദൽ ഉണ്ടാകുമോ എന്ന് ആലോചിച്ച് ഒരുപാട് നടന്ന ഒരാളാണ് ഞാൻ തീർച്ചയായിട്ടും KM ഷാജഹാനെയും അതുപോലെ തന്നെ PV അൻവർ അടക്കമുള്ള നിരവധി ആളുകളെ പലപ്പോഴും കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു, ഏറ്റവും ആദ്യത്തെ ഘട്ടങ്ങളിലൊക്കെ തന്നെ. പക്ഷേ പിന്നീട് പതുക്കെ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അവർക്കൊന്നും തന്നെ ഒറ്റക്ക് നിൽക്കാനോ അത്തരത്തിൽ ഏതെങ്കിലും ഒരു സംഘടന, ഇപ്പോൾ KK രമയുടെ സംഘടനയൊക്കെ പോലും വളരാനോ ഒന്നും കഴിയില്ലെന്നും, യഥാർത്ഥത്തിൽ അവരെ എല്ലാവരെയും തന്നെ പതുക്കെ സ്ലൈറ്റ്ലി മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും, അവർ ഒരു സഹായം അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതും ഒക്കെ തന്നെ പലപ്പോഴും ഇത്തരത്തിൽ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ആളുകളുടെയൊക്കെ സപ്പോർട്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. അവർ മനഃപൂർവ്വമായി അവരുടെ കീഴിലേക്കായി എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വന്നത്. എൻ്റെ സുഹൃത്തുക്കളാണ് ഇവരൊക്കെ തന്നെ. പക്ഷെ അവരൊക്കെ തന്നെ അറിയേണ്ട ഒരു കാര്യം, അവരൊക്കെ അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും പിണറായി വിരുദ്ധത മാത്രം വലിയ തോതിൽ കൈമുതലാക്കിയിട്ടുള്ള ആളുകളാണ്. ആ പിണറായി വിരുദ്ധതയുടെ അകത്തുകൂടി അവർക്കുള്ള സപ്പോർട്ടുകൾ ഇത്തരം മേഖലകളിൽ നിന്ന് വരുന്നത് കൂടി അവർ മേടിക്കാൻ നിർബന്ധിതരാകുന്നു എന്നുള്ളത് കൂടി നമ്മൾ കാണണം. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സംഭവങ്ങളിലൊന്ന് എന്ന് പറയുന്നത് VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ 2 ചാനലുകൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ ചാനൽ എന്ന് പറയുന്നത് മീഡിയ 1 ആണ്. അവർ നേരത്തെ തന്നെ സതീശന് വേണ്ടിയിട്ടുള്ള വിജയം ആഘോഷിച്ചവരാണ്. അവർ അതിനുവേണ്ടി ഒരു പരിധി കൂടി കടന്ന് യഥാർത്ഥത്തിൽ UDFൻ്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി മാനേജ് ചെയ്തവരാണ്. അത് അവരുടെ ഈ പറയുന്ന പോലെ ഏറ്റവും വലിയ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടുള്ള C ദാവൂദാണ് പലപ്പോഴും ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഇന്ധനം കൊടുത്തുകൊണ്ടിരുന്നത്. ഇത് കേൾക്കുമ്പോൾ പറയുന്ന ആളുകളൊക്കെ തന്നെ പറയും, അവർക്ക് ഏതാണ്ട് അവരുടെ വെൽഫെയർ പാർട്ടിക്ക് ഒരു 0.5% പോലും വോട്ടില്ല കേരളത്തിൽ, വലിയ സ്വാധീനമൊന്നുമില്ല, എന്തിനാണ് നമ്മൾ അവരെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നുള്ളത് ചോദിക്കും. നിങ്ങളൊന്നറിയണം, ദ വയറിനും അതുപോലെ തന്നെ ന്യൂസ് ക്ലിക്കിനും അതുപോലെയുള്ള നിരവധി സ്ഥാപനങ്ങൾക്കുമൊക്കെ തന്നെ വ്യൂവർഷിപ്പ് വളരെ കുറവാണ്. പക്ഷെ അവരുടെ വ്യൂവർഷിപ്പിനൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് കൂടി അറിയണം. ഒരു 10,000 പേരവരെ കാണുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ 10,000 ഇൻ്റലക്ച്വൽസ് ആണ് അവരെ കാണുന്നത്, ബുദ്ധിജീവികളാണ് കാണുന്നത്. കേരളത്തിൻ്റെ മീറ്റ് ദ എഡിറ്റേഴ്സ് അടക്കം, അല്ലെങ്കിൽ മാതൃഭൂമിയുടെ അഭിലാഷ് മോഹൻ അടക്കം, ഇത്തരത്തിൽ എല്ലാ ചർച്ചകളും നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ, പലപ്പോഴും അവർ റെഫർ ചെയ്യുന്ന പേരുകളിലൊന്നാണ് ദ വയർ എന്ന് പറയുന്നത് എന്നുള്ളത് അറിയണം. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഔട്ട്ലുക്ക് എന്ന് പറയുന്ന മാഗസിൻ എന്നറിയണം. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ കുറച്ച് മാത്രം സർക്കുലേഷൻ ഉണ്ടെങ്കിൽ പോലും കേരളത്തിലെ ഒരു മഹാഭൂരിപക്ഷത്തെ ഇൻഡയറക്റ്റായി സ്വാധീനിക്കാൻ കഴിയുന്ന സ്വാധീനം ഇത്തരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങൾക്കുണ്ട് എന്നുള്ളത് നമുക്കറിയണം. ഇപ്പോൾ ഉദാഹരണത്തിന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വരുന്ന ഒരു ലേഖനം വലിയ കാര്യമായ ഒരു എഴുത്തുകാരന് പോലും തോന്നുന്നത്, മംഗളമോ മനോരമയോ പോലെ ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള ഒരു വീക്കിലിയിൽ വരുന്നത് തോന്നാത്തതിൻ്റെയും കാര്യം അപ്പോൾ പോലും ജനത്തിനറിയാം അത് കുറച്ചുകൂടി കാമ്പുള്ളതാണ്, കുറച്ചുകൂടി ബുദ്ധിപരമാണ്. അപ്പോൾ അതേപോലെ തന്നെ കേരളീയ സമൂഹത്തെ വളരെയധികം സ്വാധീനിക്കാൻ കഴിഞ്ഞ, പ്രത്യേകിച്ച് വിശേഷ്യ മുസ്ലിം മൈനോറിറ്റി കമ്മ്യൂണിറ്റിയെ വളരെയധികം സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു 2 കാര്യങ്ങളാണ് മാധ്യമം പത്രവും അതുപോലെ തന്നെ നിങ്ങളറിയേണ്ടത് അവരുടെ മീഡിയ 1 എന്ന് പറയുന്ന ചാനലും. ആ മീഡിയ 1 എന്ന് പറയുന്ന ചാനൽ എന്തുകൊണ്ടാണ് VD സതീശന് വേണ്ടി വളരെ പ്രചണ്ഡമായിട്ടുള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. അതിന് മതരാഷ്ട്രവാദം ഇല്ല ജമാഅത്തെ ഇസ്ലാമിക് എന്ന് ആദ്യമായി അവർക്ക് പോലും അറിയാത്ത കാര്യം അവരോട് പറഞ്ഞു കൊടുത്തത് VD സതീശനാണെന്ന് നിങ്ങൾ മറന്നു പോകരുത്. കേരളം കേട്ട് ഞെട്ടിയതാണെന്ന് മറന്നു പോകരുത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുണ്ടായപ്പോൾ ഏറ്റവും ആദ്യം പ്രകടനം നടത്തിയത് SDPIക്കാരാണെന്ന് നിങ്ങൾ മറന്നു പോകരുത്. അവരുടെ മാതൃസംഘടനയായിട്ടുള്ള PFI പിരിച്ചുവിട്ടതിന് ശേഷം യഥാർത്ഥത്തിൽ അവർ തലപൊക്കുന്നത് UDFൻ്റെ വിജയത്തോടെയാണ് എന്നുള്ളത് നമ്മൾ പ്രധാനപ്പെട്ട കാണേണ്ട ഒരു സംഗതിയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്തു നോക്കണം.
ഏറ്റവും ഒടുവിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അവരുടെയൊക്കെ ഈ പറഞ്ഞ പോലെ വിജയം, അത് UDF-ന്റെ വിജയം മാത്രമല്ല അവർ സമ്മാനിച്ചത്. അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ളത് കൂടിയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? അവർ നിഷാദ് റാവുത്തറും അതുപോലെ അജിംസും ഒക്കെ കൂടി നിന്ന് ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന പോലെ KC വേണുഗോപാലിനെ ചീത്ത വിളിക്കുന്ന, വലിയ തോതിൽ അദ്ദേഹത്തെ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഫെയിമിന് കുഴപ്പം പറ്റുന്ന വാചകങ്ങൾ പറയുന്നതുമൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ടുള്ള അജണ്ടകളിലൂടെ ജമാഅത്തും അതുപോലെ സംഘപരിവാറും ഒക്കെ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. ഇനി മറ്റൊരു മാധ്യമത്തിലേക്ക് കൂടി ഞാൻ വന്നാൽ അത് ഏഷ്യാനെറ്റാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, രാജീവ് ചന്ദ്രശേഖരൻ്റെ ഏഷ്യാനെറ്റിൻ്റെയും ദാവീദിനുമൊക്കെ ഒരേ താല്പര്യങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ഏഷ്യാനെറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊന്ന്, VD സതീശനാണ് ക്യാപ്റ്റൻ എന്ന് അവതരിപ്പിക്കാൻ വേണ്ടി ആ വേർഡ് കോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിനു വി ജോൺ ഒരു ശ്രമം നടത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞിപ്പോൾ നിരവധി തവണകളിലായി ഏഷ്യാനെറ്റ് വളരെ കൃത്യമായി, വളരെ എക്സ്പ്ലിസിറ്റായി, പ്രകടമായി തന്നെ VD സതീശൻ മുഖ്യമന്ത്രിയാകണം എന്ന് പറയുന്ന നിലപാട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ നിലപാട് എടുക്കുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് VD സതീശൻ എന്ന് പറയുന്ന ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നാൽ മാത്രമേ യഥാർത്ഥത്തിൽ സംഘപരിവാറിന് വളരാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടെ ഒരുങ്ങൂ എന്നുള്ളതാണ്. ഇടതുപക്ഷം വീണ്ടും ഭരിച്ചാൽ കോൺഗ്രസ് ഇല്ലാതാകുമെന്ന് പറയുന്ന മണ്ടൻ തിയറി ഞാനടക്കം ചില ഘട്ടങ്ങളിൽ ആദ്യം ആലോചിച്ചു പോയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വെറും മണ്ടൻ തിയറിയാണ്. കാരണം 20 കൊല്ലത്തിലധികമായി ഭരണത്തിലില്ലാത്ത ഗുജറാത്തിൽ ഇപ്പോഴും കോൺഗ്രസിന് 30% വോട്ടുണ്ട്. കാരണം അവരുടെ വോട്ട് ബേസ് വളരെ സ്ട്രോങ് ആണ്, ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്കറിയണം. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങളുടെയൊക്കെ വോട്ടുകൾ കൂടുതലായി കിട്ടുന്ന ഒരു പാർട്ടി എന്നുള്ള നിലക്ക് കോൺഗ്രസിനെ ഇല്ലാതാക്കിയതുകൊണ്ട് ഞങ്ങൾക്ക് 50-54% വോട്ടിലേക്ക് കേരളത്തിൽ എത്താൻ കഴിയില്ലെന്നും, അങ്ങനെ ഇല്ലാതാക്കണമെങ്കിൽ CPM-നെ ഇല്ലാതാക്കണമെന്നും, അങ്ങനെ CPM-നെ ഇല്ലാതാക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ കുറച്ചുകൂടി സ്ട്രക്ചറൽ വൈസ് ദുർബലമായിട്ടുള്ള CPM-നെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഏക ആളെന്ന് പറയുന്നത് പിണറായി വിജയനാണെന്നും, ആ പിണറായി വിജയനെ നിഷ്പ്രഭമാക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഒരു പരാജയൻ എന്നാണ് ഏഷ്യാനെറ്റ് വിശേഷിപ്പിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു തെരഞ്ഞെടുപ്പിൽ 80 ലക്ഷത്തിലധികം വോട്ട് മേടിച്ച് LDF പരാജയപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അങ്ങനെ പരാജയപ്പെടുമ്പോൾ പോലും ഒരു ചാനൽ പോലും ഇന്നുവരെ എഴുതാത്ത രീതിയിൽ പരാജയൻ എന്നെഴുതിക്കൊണ്ട് ആരെ, ഒരു പാർട്ടിയല്ല, ഒരു LDF എന്ന് പറയുന്ന ഒരു സംഘടനയല്ല, അവരാരെയും തന്നെ ഇവരെന്ത് ചെയ്യുന്നില്ല, ആക്രമിക്കുന്നില്ല എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. അങ്ങനെ ആക്രമിക്കാതിരിക്കുമ്പോൾ ഒരൊറ്റയാളെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നു. ആ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം ബിനോയ് വിശ്വത്തിനില്ലേ? ആ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം കൃഷ്ണൻകുട്ടിക്കില്ലേ? ആ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം മറ്റൊരു ഘടകകക്ഷിക്കുമില്ലേ? മാത്യു ടി തോമസിനുമില്ലേ? എന്തുകൊണ്ടാണ് പിണറായി വിജയനെ മാത്രം ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹമാണ് ആ സംഘടനയുടെ പിടിച്ചു നിർത്തിയതും അദ്ദേഹമാണ് പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് എന്നുള്ളത് കൊണ്ടും അവർ കണ്ടെത്തിയ പ്രധാനപ്പെട്ട കാര്യം CPM-നെ ഇല്ലാതാക്കണമെങ്കിൽ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ചെയ്യേണ്ട കാര്യം പിണറായി വിജയനെ ഡീഗ്രേഡ് ചെയ്യണം എന്നുള്ളതാണ്. ഏറ്റവും ആദ്യം 2021 ഒരു കരുതൽ മുഖ്യമന്ത്രി എന്നുള്ളതിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയതിന് ശേഷം ആ കരുതൽ മുഖ്യമന്ത്രി ഇന്ന് പതുക്കെ വന്നിട്ടുണ്ടെങ്കിൽ വളരെ മോശപ്പെട്ട ഹിറ്റ്ലറാണെന്നും മുണ്ടുടുത്ത മുസോളിനിയാണെന്നും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വലിയ ഏകഛത്രാധിപതിയാണെന്നുമൊക്കെയുള്ള നിരവധി വിശേഷണങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു യൂട്യൂബേഴ്സിനെ കൊണ്ട് കൊടുത്തിച്ചുകൊണ്ട് ഏതാണ്ട് രവിചന്ദ്രൻ മുതൽ ആരിഫ് ഹുസൈൻ തെരുമൂത്ത് മുതൽ നിങ്ങളറിയേണ്ടത് സ്മൃതി പരുത്തിക്കാട് മുതൽ VD സതീശൻ വരെ ഷാജഹാൻ മുതൽ മറുനാടൻ ഷാജൻ വരെയുള്ള ആളുകളെല്ലാം ഒരു പക്ഷത്തേക്ക് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് മുമ്പിൽ ഒരൊറ്റ ആളെ എതിരാളിയാക്കി മാറ്റാൻ കഴിഞ്ഞു. അതിൻ്റെ പേരാണ് പിണറായി വിജയൻ എന്നുള്ളത്. പക്ഷെ എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 66 ലക്ഷം വോട്ടുകളിലേക്ക് ഒതുങ്ങിപ്പോയ LDF എന്ന് പറയുന്ന പാർട്ടിയെ വീണ്ടും 80 ലക്ഷം വോട്ടുകളിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്തിക്കാൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പിണറായി വിജയൻ്റെ നേതൃത്വത്തിലാണെന്ന് നിങ്ങൾ അറിയണം. പക്ഷേ ഈ കണക്കുകൾ ഒരു മാധ്യമത്തിലും നിങ്ങൾക്ക് കിട്ടില്ല. കാരണം അത് അറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ല, നിങ്ങൾ അറിയേണ്ടത് ഒരൊറ്റ കാര്യം കൊണ്ടാണ്. അതവർ മനഃപൂർവ്വം പറയേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് സെലക്റ്റീവായി നിങ്ങൾ എന്ത് ഭക്ഷിക്കണമെന്ന് തീരുമാനിച്ച് നിങ്ങൾക്കറിയേണ്ട വിഷയങ്ങൾ മാത്രമാണ് അവർ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അറിയണം. അത്തരത്തിൽ അവരോടൊപ്പം കൂടി നിന്നാൽ ഞാനും കുറേ കൂടി പ്രശസ്തനാവും, ചാനൽ ചർച്ചകൾക്ക് എന്നെ വിളിക്കും എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല. പക്ഷെ പതുക്കെ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ കേരളത്തിൻ്റെ മതസൗഹാർദ്ദവും ഈ കേരളത്തിൻ്റെ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളുമൊക്കെ കേരളത്തിൻ്റെ മനുഷ്യരുടെ മനസ്സുകളുമൊക്കെ തന്നെ കലാപകലുഷിതമാകും, ദുരന്തപൂർണ്ണമാകും എന്നുള്ളത് കാണണം. ഇപ്പം പോലും കേരളത്തിൽ എന്ത് വിഷയവും ചർച്ച ചെയ്താൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ, അതിൽ മതം കലർന്നു വരുന്നുണ്ട്, മതവിശ്വാസം കലർന്നു വരുന്നുണ്ട്,
അത്തരത്തിൽ പലപ്പോഴും ഈ പറഞ്ഞ പോലെ മതേതരത്വം എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനോട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഹിന്ദുവിനെ കണ്ടാൽ പോലും മതേതരത്വമാണെന്ന് തോന്നാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ നാട്ടിൽ പണ്ടേ ഉണ്ടായിട്ടുള്ള നിരവധി കാര്യങ്ങൾ വലിയ പ്രത്യേകതകളായി അവതരിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇതെന്ന് മറന്നു പോകരുത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ പ്രചരണങ്ങൾ നടക്കുകയും 1 കോടി വോട്ടുകൾ അപ്പുറത്ത് കൺസോളിഡേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ട വോട്ടുകളിൽ ആ വോട്ടുകളെക്കുറിച്ചുള്ള കണക്കുകൾ കൂടി ഞാൻ എടുത്തിട്ട് വരുന്നുണ്ട്. അടുത്ത ദിവസം അടുത്ത പാട്ടിലാകാം അത്. ആ കൺസോളിഡേറ്റ് വോട്ടുകൾ അങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടതുകൊണ്ടാണ് ഇത്തരത്തിൽ പിണറായി വിജയൻ മാറണം എന്ന് വിചാരിച്ചുകൊണ്ടുള്ള ഒരു വോട്ടിങ്ങിലേക്ക് ആളുകൾ പോയത്. പക്ഷെ അപ്പോഴും പാർട്ടിയിലെ സാധാരണക്കാരായ നിരവധി വോട്ടുകൾ മാറിപ്പോയെങ്കിലും സാധാരണക്കാരായിട്ടുള്ള നിരവധി വോട്ടുകൾ പാർട്ടിയിൽ നിന്ന് മാറിപ്പോയാൽ ഇത്ര വോട്ട് പോലും കാണാൻ പാടില്ലാത്തതാണ്. പക്ഷേ നിരവധി സാധാരണക്കാരായ വോട്ടുകൾ പിണറായി വിജയന് വോട്ട് ചെയ്തിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സത്യം പറയാൻ മാധ്യമങ്ങളൊക്കെ മടിച്ചിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. മുണ്ടക്കൈ ചൂരൽമലയിൽ വയനാട്ടിലെ പുനരധിവാസത്തിന് വേണ്ടി ഫണ്ട് സ്വരൂപിക്കുകയും ആ ഫണ്ട് യഥാർത്ഥത്തിൽ 1 രൂപ പോലും അവർക്ക് വേണ്ടി മുടക്കാതിരിക്കുകയും അവരെ മഴയത്തും വെയിലത്തും നിർത്തുന്നവരെയും ഒരു 10% എയർ ടൈം കൊടുത്തുകൊണ്ട് പോലും ചോദ്യം ചെയ്യാൻ ഇവർ തയ്യാറാകാതിരിക്കുകയും എന്നാൽ വീട് കൊടുക്കുകയും ആ വീട് കൊടുത്തതിന് ശേഷം അത് ഉറക്കെ പറയുകയും ചെയ്തതുകൊണ്ടും അതൊരു പ്രചരണായുധമാക്കിയത് പോലും തെറ്റാണ്, ഇതൊരു ഔദാര്യമല്ല എന്നുള്ളൊരു നരേറ്റീവ് ബിൽഡ് ചെയ്യാനും ഒക്കെ ഇവർക്ക് കഴിഞ്ഞിരുന്നു. ഇത്തരത്തിലുള്ള നരേറ്റീവ് ബിൽഡിങ്ങുകളിൽ ഇവർ മിടുക്കരാണ് എന്നുള്ളത് പറയാതെ വയ്യ. പലപ്പോഴും ഇത് വളരെ കൃത്യമായി ഇത്തരം ചാനലുകളിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്നുള്ളതും നിങ്ങൾ ശ്രദ്ധയോടുകൂടി കണ്ടതാണ്. പക്ഷേ ആ വാർത്തകൾ പിന്നീട് പലപ്പോഴും പല മാധ്യമപ്രവർത്തകരും അവർക്ക് വലിയ ബോധമൊന്നുമില്ലാത്തതുകൊണ്ട് അവരിതെടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, ക്യാരി ചെയ്യാൻ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ്. ഇതിനോട് ചേർത്ത് വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എം സ്വരാജ് എന്ന് പറയുന്ന ഒരു കൾട്ട് ഫിഗർ അവിടെ നിന്ന് ഉയർന്നു വരുന്നു. അത് നമ്മുടെ വാദങ്ങളെ ചെറുക്കാൻ ശേഷിയുള്ള കരുത്തുറ്റ ഈ പറയുന്ന പോലെ അല്ലെങ്കിൽ അടിത്തറയുള്ള ഒരു സഖാവാണ് എന്ന് തോന്നിയപ്പോൾ അദ്ദേഹത്തെ സംഘാവെന്ന് വിളിക്കുകയും ഇടത് ഹിന്ദുത്വ അജണ്ടയുടെ ആളായി അദ്ദേഹത്തെ പ്രതിഷ്ഠിക്കുകയും അതേസമയം തന്നെ നിങ്ങൾ അറിയേണ്ടത് അദ്ദേഹം ഹമാസിനോടൊപ്പം നിൽക്കുന്ന ഒരു തീവ്ര ഇസ്ലാമിസ്റ്റായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ 2 പേരും ഒരാളെ തന്നെ വിമർശിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഒരേ സമയം രണ്ടുമാകാൻ കഴിയില്ല എന്നെങ്കിലും ചിന്തിക്കാനുള്ള ബോധം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. വളരെ തെറ്റായി അദ്ദേഹം ശബരിമലയെക്കുറിച്ച് നടത്തിയിട്ടുള്ള ഒരു പ്രസംഗവും അദ്ദേഹം ഏറ്റവും ഒടുവിൽ എഴുതിയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ കുറിപ്പും പോലും വളരെ ട്രിവിയലായ നിസാരമായ വിഷയങ്ങൾ ഭയങ്കര ചർച്ചയാവുകയും ഇവർക്കെല്ലാം വലിയ ധിക്കാരമാണ്, അഹങ്കാരമാണ് എന്ന് പറയുന്ന ഒരു പ്രതീതികളിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇതിന് സൈഡിൽ നിങ്ങൾ അറിയേണ്ടത് ഇപ്പം അടുത്ത ആക്രമണം സംഭവിക്കുന്നത് നികേഷ് കുമാറിനെതിരെയാണ്. കാരണം കിണർ ഗോലു പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില ആളുകൾ വേദനിക്കുന്നത്. ആ വേദനിക്കുന്ന ആളുകളുടെ ഉദ്ദേശം നികേഷ് കുമാറിനെ നന്നാക്കാനല്ല, പകരം നികേഷ് കുമാർ സ്വന്തം അച്ഛനെപ്പോലും ചതിച്ചവരാണ്. അവർ അച്ഛനെ ചതിച്ചിട്ടുള്ള ഒരു പാർട്ടിയുടെ അകത്ത് കയറി ട്രോജൻ കുതിരയായി ഇതിനെ തകർത്തവരാണെന്ന് പറയുമ്പോൾ 80 ലക്ഷം വോട്ടുകൾ ലോക്സഭയിലേക്ക് 66 ലക്ഷവും ലോക്കൽ ബോഡിയിലേക്ക് 71 ലക്ഷവും കിട്ടിയിട്ടുള്ള ഇടതുപക്ഷത്തിന് 80 ലക്ഷം വോട്ടുകൾ കിട്ടിയെന്ന് പറയുന്ന കാര്യം ഇവർ നിങ്ങളോട് പറയാതിരിക്കുകയും ചെയ്യും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ മറച്ചു വെച്ചുകൊണ്ടുള്ള വലിയ പ്രചരണം നടക്കുന്നു. ഇനി കുറച്ച് കഴിയുമ്പോൾ എനിക്കെതിരെയും നടക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുന്നത്, നിങ്ങൾ ഈ വീഡിയോകൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുകയും കണ്ടേ തീരൂ എന്നവരോട് നിർബന്ധിക്കുകയും വേണം. എനിക്ക് വേണ്ടിയല്ല, ഈ നാടിന് വേണ്ടി. അതുകൊണ്ടാണ് നിങ്ങളുടെ സഹായം ചോദിച്ചിട്ടുള്ളത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങളോട് പറയാം. ഇതിനിടയിൽ CPM മറന്നുപോയ മറ്റൊരു വരി കൂടിയുണ്ട്. അത് EMS പറഞ്ഞൊരു വരിയാണ്. EMS പറഞ്ഞത്, മനോരമ എന്ന് പറയുന്ന ഒരു പത്രം ഞങ്ങളെക്കുറിച്ച് ഏതെങ്കിലും നല്ലത് എഴുതിയാൽ ഞങ്ങൾക്കെന്തോ കുഴപ്പം പറ്റി എന്ന് ഞങ്ങൾ വിചാരിക്കണമെന്നാണ്. പക്ഷേ ഇതൊന്നും ഇപ്പോഴത്തെ ആളുകളെ പഠിപ്പിക്കാൻ CPM വിട്ടുപോയി. അതിൻ്റെ പ്രകടമായിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം. സുജയ പാർവതി മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറയുന്ന റിപ്പോർട്ടറിലെ പ്രോഗ്രാമിലിരുന്ന് നിരവധി തവണ പിണറായി വിജയനെയും AK ബാലനെയും ഒക്കെ അനുകൂലിച്ചിട്ടുണ്ട്. ആ അനുകൂലിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശനെയും ഒക്കെ അനുകൂലിച്ചിട്ടുണ്ട്. ആ അനുകൂലിക്കൽ എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കൾക്ക് മനസ്സിലാകാതെ പോയി. അവരെന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടപ്പോൾ തന്നെ ഈ പറയുന്ന പോലെ കാള പറ്റൂ എന്ന് പറയുമ്പോൾ കയറെടുക്കുന്ന ആളുകളെ പോലെ തന്നെ ഉടനെ തന്നെ സുജയ പാർവതിയുടെ ഇത് കട്ട് ചെയ്തെടുത്ത് നേരെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? സുജയ പാർവതി പറയുന്ന 10 അഭിപ്രായങ്ങളിൽ 2-3 എണ്ണം ഇതുപോലെ സെലക്റ്റീവായവർ പിണറായി വിജയൻ അനുകൂലമായി പറയുമ്പോൾ
അത് തന്നെ നിങ്ങൾ അറിയേണ്ടത് ഒരു മുസ്ലിം വിരുദ്ധരാണ് എന്ന് പറയുന്ന കാര്യം കൂടി ഇടയിലൂടെ അതിൽ എന്ത് ചെയ്യാനാണ്, പറഞ്ഞു വെക്കാൻ വേണ്ടിയാണ് അത് പറയുന്നത്. അത് പറയുന്നത് കൊണ്ട് രണ്ട് ഗുണങ്ങൾ സംഘപരിവാറിന് കൂടിയുണ്ട്. ആ ഗുണങ്ങൾ കൂടി കൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഇടതുപക്ഷത്തെ ഈ പറയുന്ന പോലെ ബുദ്ധിജീവികളും നിങ്ങൾ അറിയേണ്ടത് സൈബർ പോരാളികളും ഒക്കെ തന്നെ ഇതെടുത്ത് എന്ത് ചെയ്തു, അവരുടെ വിട്ടു സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലാക്കും. എന്ത് സംഭവിക്കും, അവരുടെ വിസിബിലിറ്റി കൂടുകയാണ്, അവരുടെ ഈ പറയുന്ന പോലെ റീച്ച് കൂടുകയാണ്. ഇനി ഇവർ പറയുന്ന മറ്റഭിപ്രായങ്ങൾ കൂടി ഇതേ ക്രെഡിബിലിറ്റിയുടെ സ്വഭാവത്തിലേക്ക് വരികയാണ് എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ കാര്യങ്ങളൊക്കെ തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റ് കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിരവധി എടുത്തുകൊണ്ട് CPM-നെ എങ്ങനെ തകർക്കാം എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, വളരെ ചെറിയ കാര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ ചർച്ചകളിലെല്ലാം തന്നെ നിരന്തരമായി മാധ്യമപ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം കുഞ്ഞികൃഷ്ണനെ സ്വരാജ് കള്ളൻ എന്ന് വിളിച്ചു എന്നാണ്. നമ്മുടെ നാട്ടിൽ എത്ര പേരെ കള്ളാന്ന് വിളിക്കുന്നു, ഇതൊന്നും വലിയ ചർച്ചയായിട്ടില്ല എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. പക്ഷേ കുഞ്ഞികൃഷ്ണനെ പോലെയാളെ കള്ളൻ എന്ന് വിളിച്ചു. അത് സ്വരാജ് എന്ന് പറയുന്ന വൃത്തികെട്ടവനാണ്, മഹാമോശക്കാരനാണ്, VS അച്യുതാനന്ദനെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിക്കണമെന്ന് പറഞ്ഞതാണ്. നമ്മുടെ മുമ്പിൽ ഒരു തെളിവില്ല. സ്വരാജ് നിഷേധിച്ചിട്ടുണ്ട്, VS ഇതുവരെ അങ്ങനെ ഒരു കാര്യം നമ്മളോട് കൺഫേം ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നിരവധി പ്രചരണങ്ങൾ ആര് നടത്തുന്നു എന്നുള്ളത് കൂടി ശ്രദ്ധിക്കണം. നിങ്ങൾ അറിയേണ്ടത് ഒരു ഇടതുപക്ഷ അനുകൂല ബുദ്ധിജീവികൾ എന്നറിയപ്പെടുന്ന ആളുകളെ ചാനലിൽ കൊണ്ടുവന്നിരുത്തി ഇത്തരത്തിലുള്ള ആളുകൾ ഇത് നടത്തുന്നു. കൂടാതെ വർഗവഞ്ചകൻ, കുലംകുത്തി എന്നൊക്കെ പറയുന്നത് വലിയ വാക്കുകളായി, വലിയ മോശപ്പെട്ട വൃത്തികെട്ട വാക്കുകളായി നമ്മൾ അവതരിപ്പിക്കുന്നു. അതേസമയം KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവിനെ ഈ മായി എവിടെ പോയി കിടക്കണേ എന്ന് ചോദിച്ചതിന് ആരും എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. അതൊക്കെ സിമ്പിൾ. കൂട്ടുകാരൊക്കെ തന്നെ, പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നത് നിങ്ങൾ കൂട്ടുകാരൊക്കെ തമ്മി വിളിക്കുന്ന വാക്കല്ല, അതിനൊന്നും കുഴപ്പമില്ലെന്നാണ്. ഏത് ഒരു പത്രസമ്മേളനം നടത്താൻ വേണ്ടി വിളിച്ചിരുത്തിയിട്ട് പറയുന്ന വാക്കുകളാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പോൾ അതൊക്കെ തന്നെ ട്രിവിയലൈസ് ചെയ്യുകയും രാഷ്ട്രീയ ചെറ്റത്തരം ജി സുധാകരൻ കാണിച്ചു എന്ന് പിണറായി വിജയൻ പറഞ്ഞതിനെ ആ രാഷ്ട്രീയം അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുകയും തരം എന്നുള്ളത് കട്ട് ചെയ്ത് മാറ്റുകയും ചെറ്റ എന്ന് മാത്രം വിളിച്ചു എന്ന് പറയുന്ന പ്രചരണം കൊടുക്കുകയും 70 വയസ്സിലധികമുള്ള ഒരാളെ പിണറായി വിജയൻ അങ്ങനെ വിളിച്ചു എന്ന് പറയുന്ന വളരെ ഈ പറയുന്ന പോലെ വൈകാരികമായിട്ടുള്ള ഒരു കാര്യമാക്കി അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കൂടാതെ ഒരു മുഖ്യമന്ത്രി, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത വിധം മറ്റൊരു മുഖ്യമന്ത്രിയെ, അദ്ദേഹത്തെക്കാൾ 15 വയസ്സ് കൂടുതലുള്ള ഒരാളെ, 17 വയസ്സ് കൂടുതലുള്ള, അതായത് 65 വയസ്സുള്ള രേവന്ത് റെഡ്ഡി, അദ്ദേഹത്തെക്കാൾ 17 വയസ്സ് കൂടുതലുള്ള പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. നാളെ നരേന്ദ്രമോദി ആരെങ്കിലും അങ്ങനെ വിളിച്ചാലും നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുള്ള 82 വയസ്സായ വയോവൃദ്ധനായിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് നീ പോടാ ഡാഷ് മോനെ എന്ന് വിളിക്കുമ്പോൾ ഈ പറയുന്ന പോലെ നീ പോടാ എന്ന് പറഞ്ഞ് എന്താണ്, നീ പോ മോനെ വിജയ എന്ന് വിളിക്കുമ്പോൾ നീ എന്ന് വിളിക്കാൻ പാടില്ലെന്ന് തൊട്ടടുത്ത് നിന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും ആരും തയ്യാറായില്ല. നീ പോനെ വിജയ എന്നുള്ളത് വിളിച്ചു എന്നുള്ളത് നമുക്ക് വിടാം, അത് അവഗണിച്ചു വിട്ടു. അപ്പോഴാണ് അടുത്തത് വരുന്നത് ലെറ്റർ ഹെഡിൽ, ഒരു മുഖ്യമന്ത്രിയുടെ ലെറ്റർ ഹെഡിൽ ഏറ്റവും ഒടുവിൽ നീ പോമോനെ വിജയ എന്ന് എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര മാത്രം വിവരക്കേടാണ്. ഈ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയായി തുടരണോ വേണ്ടത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ നിലപാടെടുക്കുന്നതല്ലേ രേവന്ത് റെഡ്ഡിയുടെ കാര്യത്തിൽ. ഇത്രമാത്രം ഇമ്മച്വർ ആകരുത് താൻ എന്നെങ്കിലും ഏറ്റവും കുറഞ്ഞത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വിളിച്ചു പറയേണ്ടതല്ലേ. ആ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിക്കും വേണ്ടി ഓച്ചോരി അടക്കമുള്ള കാര്യങ്ങളിൽ നമ്മളടക്കമുള്ള ആളുകൾ നിരവധി വീഡിയോകൾ ചെയ്തു പറയല്ലേ. എന്നിട്ട് അതുപോലും പറയാത്ത ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള പിണറായി വിജയൻ എന്ന് പറയുന്ന പൊളിറ്റ് ബ്യൂറോ മെമ്പറെ കുറിച്ച് നീ പോമോനെ വിജയ എന്ന് വിളിച്ച ഒരാളെ ഒരു ചാനലിലിരുന്ന് ഒരു മാധ്യമപ്രവർത്തകൻ ന്യായീകരിക്കുന്നത് കേട്ടു. നീ എന്ന് പറയുന്നത് തെലുങ്കിൽ ഇനി മറ്റേ നല്ല വാചക്കാണോ എന്ന് എനിക്കറിയില്ല. തെലുങ്കിലല്ല വിളിച്ചത്, നീ പോമോനെ വിജയ എന്ന് വിളിച്ചത് ഈ പറയുന്ന പോലെ മലയാളത്തിലാണ് എന്നെങ്കിലും ആ മാധ്യമപ്രവർത്തകർക്ക് മനസ്സിലായിട്ടില്ലേ. ഇനി അത് പോട്ടെ, എനിക്കേറെ പ്രിയപ്പെട്ട ആളാണ്, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല, അത് പോട്ടെ. ഏറ്റവും കുറഞ്ഞ പക്ഷം ഇതെങ്കിലും മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണ്ടേ. നീ പോമോനെ വിജയ എന്നുള്ളത് രേവന്ത് റെഡ്ഡി തെലങ്കാനയിൽ നിന്ന് എയർപോർട്ടിൽ ഇരുന്നപ്പോൾ എഴുതിക്കൊണ്ട് എടുത്ത വാക്കുകളല്ല. അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ നീ പോമോനെ ദിനേശ എന്ന് മോഹൻലാൽ പറയുന്ന വാചകവും അറിയില്ല. കാരണം അദ്ദേഹം മോഹൻലാലിൻ്റെ സിനിമയൊന്നും കണ്ടിട്ടില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഇവിടെ വരുന്ന PR ഏജൻസികൾ കോൺഗ്രസ് നേതാക്കന്മാരുടെ അറിവോടുകൂടി എഴുതി കൊടുത്ത വാചകമാണ്. അപ്പോൾ അങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ കേരളത്തിൽ ഒരു നേതാവും ഇല്ലാതെ പോയി, ഇത് വിവരക്കേടാണ് എന്ന് പറയാൻ ഒരു നേതാവും ഇല്ലാതെ പോയി എന്നുള്ളത് നിങ്ങൾ അറിയണം. അപ്പോൾ അത്തരത്തിൽ വളരെ മോശപ്പെട്ട വാക്കുകളൊക്കെ തന്നെ ട്രിവിയലൈസ് ചെയ്യും. അത് കുഴപ്പമില്ല എന്ന് വിചാരിക്കുകയും ഇതൊന്നും കുഴപ്പമില്ല നമുക്ക്. പക്ഷേ ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് എന്താണ്, നീ പോ ഡാഷ് മോനെ എന്ന് പിണറായി വിജയൻ പറഞ്ഞ മറുപടി വളരെ മോശപ്പെട്ടതാക്കി അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തന്ത്രങ്ങളിലേക്ക് സഖാക്കൾ കൂടി വീണു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിലേക്ക് സഖാക്കൾ കൂടി കൃത്യമായി വീണുപോയി. ആ സഖാക്കളും അതുപോലെ അനുഭാവികളായിട്ടുള്ള ആളുകളുടെ ഇടയിലോട്ട് പോലും ഇത്തരത്തിലുള്ള
വലിയ തോതിൽ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നത്. ഈ ഇൻഫ്ലുവൻസുകളൊക്കെ ഉണ്ടാകുമ്പോഴും നമുക്ക് ആർക്കും തിരിച്ചറിയില്ല ഇത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുകയാണെന്ന്. പകരം നമ്മളറിയാതെ അതിൻ്റെ പുറത്തുള്ള ആക്ഷനുകളിലേക്ക് എടുക്കും എന്നുള്ളതാണ്. ആ ആക്ഷനുകളിലാണ് കഴിഞ്ഞ തവണ കണ്ണൂരിലെ വലിയ കോട്ടയായിട്ടുള്ള മണ്ഡലങ്ങളിൽ പോലും വോട്ടുകൾ മറിയാനുള്ള കാരണം എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി വീട്ടിൽ പോയി ചോദിക്കുമെന്ന് പറയുന്നത് വലിയ ചർച്ചയാകുന്നു. അതേസമയം കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് എവിടെ എന്ന് ചോദിക്കുന്നില്ല. ഒരു പുനരധിവാസത്തിൻ്റെ സമയത്ത് പോലും അത് ഈ ഒരു തരത്തിലുള്ള നടപടിയെടുക്കാതെ ഫണ്ടടിച്ചു മാറ്റി എന്ന ആരോപണമുള്ളവരോട് ആ ഫണ്ട് എവിടെ എന്ന് പോലും നമ്മുടെ മാധ്യമങ്ങൾ ചോദിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഒരു മാധ്യമപ്രവർത്തകർ ഇരുന്നിട്ട് പറയുകയാണ് അതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്, അതൊന്നും അവർ ചെയ്യേണ്ടതല്ലാന്ന്. അവർ ചെയ്യേണ്ടതല്ലെങ്കിൽ അവരെന്തിനാണ് ഈ പരിപാടി ഏറ്റെടുത്തത്? അവരെന്തിനാണ് ഈ പാവപ്പെട്ട ആളുകളെ പറഞ്ഞ് എന്ത് ചെയ്തത്? 15 ലക്ഷം രൂപ അടിച്ച് ഗവൺമെൻറ് അടുത്ത് പോരൂ, ഞങ്ങൾ വീട് തരാമെന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോഴും നിങ്ങൾ അറിയേണ്ടത് അതിനെക്കുറിച്ച് ഒരു വാചകം പോലും ഇവരാരും സംസാരിക്കുന്നില്ല. പകരം ഇവർ കേസിക്ക് വേണ്ടിയും VD സതീശന് വേണ്ടിയും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങളൊന്നും അറിയണം. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇതാണ് മാധ്യമപ്രവർത്തനം എന്ന് വിചാരിച്ച് വാർത്തകൾ കേൾക്കുന്ന, വളരെ സൂക്ഷ്മമായി വിലയിരുത്തുന്ന 10% ആളുകൾ കൂടി ഈ സാറ്റലൈറ്റ് മാധ്യമങ്ങളുടെ പിടിയിൽപ്പെട്ടു പോകുന്നു. നമ്മളെ സംബന്ധിച്ച് പോലും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി മാറുന്നു. VD സതീശൻ വേണോ അതോ എന്ത് ചെയ്യണോ KC വേണുഗോപാൽ വേണോ എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. കഴിഞ്ഞ ദിവസം ഇന്ന് മീറ്റ് എഡിറ്റേഴ്സിൽ നിന്ന് സ്മൃതി പറയുന്ന ഒരു വാചകം കിട്ടി ഞാൻ ഞെട്ടിപ്പോയി. ഇതിൽ എന്തുകൊണ്ടാണ് CPM അഭിപ്രായം പറയാത്തതെന്നാണ്. CPM എന്തിനാണ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യത്തിൽ അഭിപ്രായം പറയുന്നത്? അപ്പോൾ അത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു അജണ്ടകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മറന്നു പോകരുത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഇപ്പോഴേ പറയാം. ഇനി വരാനിരിക്കുന്നത് തെരുവുകളിലെ വലിയ പ്രക്ഷോഭം കൂടിയാണ്. ആ പ്രക്ഷോഭം തന്നെ കൃത്യമായി ഓർഗനൈസ് ചെയ്യപ്പെടുന്നതാണ്. ആ ഓർഗനൈസ് ചെയ്യപ്പെടുന്ന പ്രക്ഷോഭം VS അച്യുതാനന്ദൻ ഉണ്ടായ പോലെ ഒരു നിലപാടിൻ്റെ പേരിൽ, വളരെ സംശുദ്ധനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് ഉണ്ടായിട്ടുള്ള കാര്യമല്ല. VS അച്യുതാനന്ദൻ്റെ കാര്യത്തിൽ ഉണ്ടായത് ഓട്ടോമാറ്റിക് ഒന്നുമല്ല, അതും കൃത്യമായിട്ടുള്ള ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു 50% ജനങ്ങൾ കൂടിയുള്ള ഒരു താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അത് കൃത്യമായി സൃഷ്ടിക്കപ്പെടാൻ പോവുകയാണ്. ആ സൃഷ്ടിക്കപ്പെടുന്ന അതിലെ കാലാളുകളാകുന്ന ആളുകൾക്ക് പോലും മനസ്സിലാവില്ല അവരിത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. അത്രമാത്രം അവരുടെ മനസ്സുകളെ സ്വാധീനിക്കാൻ, ആ കാര്യങ്ങൾ ഇഞ്ചക്ട് ചെയ്യാൻ ഇത്തരത്തിലുള്ള സംഘപരിവാർ മീഡിയകൾക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ മീഡിയ വണ്ണിൻ്റെയും അതുപോലെ തന്നെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ ഒരു ആശയഗതികൾക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന അപകടമുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അടുത്ത എപ്പിസോഡ് വരെ വീണ്ടും കാണാം. ആ എപ്പിസോഡിൽ ഇതിനേക്കാൾ ഞെട്ടിക്കുന്ന കുറേ വിവരങ്ങൾ കൂടി പറയാനുണ്ട് എന്നുള്ളത് പറഞ്ഞു വെക്കട്ടെ. ഇതൊരുപാട് സമയമായതുകൊണ്ടാണ് തൽക്കാലം നിർത്തുന്നു.